സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അപ്പോൾ തന്നെ ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര്. ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര്. കോസ്മിക് ഇയർ എന്നാണ്. കോസ്മിക് ഇയർ. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേര്. 180 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ്? 180 ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം ഫൈറ്റിക് ആസിഡ് ആണ്. ഫൈറ്റിക് ആസിഡ്. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള അമ്ലം അല്ലെങ്കിൽ ആസിഡ് ഏതാണ്? ഫൈറ്റിക് ആസിഡ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ജീവചരിത്രം രചിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യം രചിച്ചത് മൂർക്കോത്ത് കുമാരനാണ്. മൂർക്കോത്ത് കുമാരൻ. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം ചേരി രഹിത ഇന്ത്യ. ചേരി രഹിത ഇന്ത്യ. രാജീവ് ആവാസ് യോജനയുടെ ലക്ഷ്യം. ഏതു പദ്ധതിയുടെ ലക്ഷ്യമാണ് ചേരി രഹിത ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? രാജീവ് ആവാസ് യോജന. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. കേളപ്പൻ അധ്യക്ഷത വഹിച്ച ഐക്യ കേരളം കൺവെൻഷൻ നടന്നത് എവിടെയാണ്? 1947 നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃശ്ശൂരിലാണ്. തൃശ്ശൂർ. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമായ ജനമൈത്രി ആരംഭിച്ച വർഷം. കമ്മ്യൂണിറ്റി പോലീസിംഗ് സംവിധാനമായ ജനമൈത്രി ആരംഭിച്ചത് 2008 ജനമൈത്രി ആരംഭിച്ച വർഷം ഏതാണ്? 2008. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം. ശ്രീ ശങ്കരാചാര്യർ ഊന്നൽ നൽകിയ മാർഗം ജ്ഞാനമാർഗമാണ്. ജ്ഞാനമാർഗം. ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ്? ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ശ്രീലങ്ക സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം. ശ്രീലങ്കയുടെ പഴയ പേരെന്താണ്? ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ. സിലോൺ എന്നത് ഏത് രാജ്യത്തിന്റെ പഴയ പേരാണ്? ശ്രീലങ്കയുടെ പഴയ പേരാണ് സിലോൺ. ഗ്രീക്ക് റോമൻ നാവികനായ ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്ന വർഷം. ഹിപ്പാലസ് കൊടുങ്ങല്ലൂരിൽ വന്നത് AD 45 AD 45. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് പൊട്ടിക്കാൻ നേതൃത്വം നൽകിയത് ആരാണ്? 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയാനായിട്ട് നേതൃത്വം നൽകിയത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? 1785 ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ചാൾസ് വിൽക്കിൻസ് ആണ്. ചാൾസ് വിൽക്കിൻസ്. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു. ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ബാക്ടീരിയ. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ക്ഷയരോഗത്തിന് കാരണമായ രോഗാണു. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും ഡാഷ് ആക്കുന്നു.
ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീല നിറമാക്കുന്നു. ചുവപ്പിൽ നിന്നും നീല നിറമാക്കുന്നു. എന്ത് പദാർത്ഥങ്ങളാണ്? ക്ഷാരപദാർത്ഥങ്ങൾ. ക്ഷാരപദാർത്ഥങ്ങൾ ലിറ്റ്മസിന്റെ നിറം ചുവപ്പിൽ നിന്നും നീല ആക്കുന്നു. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഏത് സംസ്ഥാനത്താണ്? ക്ഷീരോൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ആനന്ദ് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ച സ്ഥാപനം ആകാശവാണിയായ വർഷം. 1936 ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചു. അത് ആകാശവാണിയായ വർഷം 1957 ഇന്ത്യൻ സ്റ്റേറ്റ് ബോഡ്കാസ്റ്റിംഗ് സർവീസ് ആണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചത് 1936. ഇത് ആകാശവാണി ആയത് എന്നാണ് 1957. 1957. 1955 മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇംപീരിയൽ ബാങ്ക് ആണ്. ഇംപീരിയൽ ബാങ്ക് 1955 വരെയായിരുന്നു. 1955 ശേഷം ഇംപീരിയൽ ബാങ്ക് അറിയപ്പെട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. 1946 നാവിക കലാപം ഏത് തുറമുഖത്താണ് ആരംഭിച്ചത്? നാവിക കലാപം വർഷമേതാണ്? 1946. ആരംഭിച്ചത് മുംബൈയിലാണ്. വർഷം പ്രത്യേകം നോട്ട് ചെയ്യുക. നാവിക കലാപം 1946 ആരംഭിച്ചത് ഏത് തുറമുഖത്താണ്? മുംബൈയിലാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി ഏതാണ്? ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ് 1950 ജനുവരി 26 ആ സമയത്ത് നിർത്തലാക്കിയ പദവിയാണ് ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ എന്ന പദവിയാണ് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ നിർത്തലാക്കിയ പദവി. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പം. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പമാണ് ജാതിക്കുമ്മി. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി എന്നത്. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. അനസ്താസിയയുടെ രക്തസാക്ഷ്യം രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. കരൾ. കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത്? 2 ഭാഷകളിലാണ് കാണപ്പെടുന്നത്. അപ്പം ഇപ്പോൾ തന്നെ ഒരു നോട്ട് എടുത്ത് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് നോക്കാം നോട്ടിൽ. അടുത്തത് മനുഷ്യന്റെ ത്വക്കിന്റെ ശരാശരി വിസ്തീർണം. മനുഷ്യന്റെ ത്വക്കിന്റെ ശരാശരി വിസ്തീർണം എന്ന് പറയുന്നത് 20 ചതുരശ്ര അടിയാണ്. 20 ചതുരശ്ര അടിയാണ് മനുഷ്യന്റെ ത്വക്കിന്റെ ശരാശരി വിസ്തീർണം. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം മോൺട്രിയലാണ്. കാനഡയിലെ മോൺട്രിയലിലാണ് അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന സംഘടനയുടെ ആസ്ഥാനം. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് ആര്? അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് ആരാണ്? MG രാമചന്ദ്രൻ. MG രാമചന്ദ്രൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് MG രാമചന്ദ്രൻ. നാട്ടുരാജ്യ സംയോജനത്തിനായി രൂപീകരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയെ പ്രവർത്തിച്ച മലയാളി ആരാണ്? നാട്ടുരാജ്യ സംയോജനത്തിനായിട്ട് രൂപവത്കരിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ. VP മേനോൻ.
പാർലമെന്റ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയ വർഷം. ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം 1986 1986 പാർലമെന്റ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വിമൺ ആക്ട് പാസാക്കിയത്. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യറാണ്. പാലക്കാട് ശബരി ആശ്രമത്തിന്റെ സ്ഥാപകൻ TR കൃഷ്ണസ്വാമി അയ്യർ. നിജാനന്ദ വിലാസം രചിച്ചത് ആരാണ്? നിജാനന്ദ വിലാസം എന്ന കൃതി ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് നിജാനന്ദ വിലാസം. കൃതിയുടെ പേര് നിജാനന്ദ വിലാസം, രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. പാലിയം സത്യാഗ്രഹം ആരംഭിച്ച വർഷം. പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. 1947. ഡ്രീമിംഗ് ബിഗ് മൈ ജേണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പുസ്തകത്തിന്റെ പേര് ഡ്രീമിംഗ് ബിഗ് മൈ ജേണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സാം പിട്രോഡയാണ്. സാം പിട്രോഡ. പുസ്തകത്തിന്റെ പേര് ഡ്രീമിംഗ് ബിഗ് മൈ ജേണി ടു കണക്ട് ഇന്ത്യ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചു, പാലിയം സത്യാഗ്രഹം ആരംഭിച്ചത് 1947 ഈ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? C. കേശവനാണ്. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? C. കേശവൻ. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി സരസ്വതി വിജയം എന്ന നോവൽ രചിച്ചത് ആര്? നോവലിന്റെ പേര് സരസ്വതി വിജയം. എന്തായിരുന്നു പ്രതിപാദ്യ വിഷയം? 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ. ഈ നോവൽ എഴുതിയത് ആരാണ്? പോത്തേരി കുഞ്ഞമ്പുവാണ്. പോത്തേരി കുഞ്ഞമ്പുവിന്റെ കൃതിയാണ് സരസ്വതി വിജയം എന്നത്. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവലാണ് സരസ്വതി വിജയം. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്. ബദൽ നോബൽ സമ്മാനം എന്ന് അറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ് ബദൽ നോബൽ സമ്മാനം എന്ന് അറിയപ്പെടുന്നത്. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗം. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഭാഗമാണ് വൻകുടൽ. വൻകുടലിൽ വെച്ചാണ് ജലാംശം ആഗിരണം ചെയ്യപ്പെടുന്നത്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ചാണ്. 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദങ്ങൾ പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? പൗരത്വം. ബുദ്ധമത വിഹാരത്തിലുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്ന് പേര് ലഭിച്ച സംസ്ഥാനം. പാലി ഭാഷ. ബുദ്ധമത വിഹാരത്തിലുള്ള പാലി ഭാഷയിലെ വാക്കിൽ നിന്നും പേര് ലഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. സംസ്ഥാനം ബീഹാർ. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡിയാണ്. കബഡി. ബ്യൂഫോർഡ് സ്കെയിൽ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? ബ്യൂഫോർഡ് സ്കെയിൽ എന്തളക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ വേഗം. കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് ബ്യൂഫോർഡ് സ്കെയിൽ. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകം ഏതാണ്? പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യ പുസ്തകമാണ് സ്തോത്ര മന്ദാരം എന്നത്. പുസ്തകത്തിന്റെ പേര് സ്തോത്ര മന്ദാരം. ആരുടേതാണ്? പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. പ്രത്യേകത, പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ പുസ്തകമാണ് സ്തോത്ര മന്ദാരം. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത്. കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ്. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ച വർഷം 1744 1744 കൊച്ചിയിലെ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാർ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്.
വർഷം 1888. 1888 ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയത്, ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ് എന്ന് ചോദിക്കും. എവിടെയാണ്? അരുവിപ്പുറത്താണ്. അതുപോലെ അരുവിപ്പുറത്ത് 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ച രാജ്യം. അമേരിക്കൻ ഐക്യനാടുകൾക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനിച്ചത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. മൗസിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മൗസിന്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് എൻഗൽബർട്ട് ആണ്. ഡഗ്ലസ് എൻഗൽബർട്ട് മൗസിന്റെ ഉപജ്ഞാതാവ്. മണിമേഖല രചിച്ചത് ആര്? കൃതിയുടെ പേര് മണിമേഖല. രചിച്ചത് സത്തനാറാണ്. സത്തനാറാണ് മണിമേഖല രചിച്ചത്. അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം ഏതാണ്? അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം ഏതാണ്? യുറേനിയമാണ്. യുറേനിയമാണ് അണുഭാരം ഏറ്റവും കൂടിയ സ്വാഭാവിക മൂലകം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് അണുപ്രസരണം അളക്കുന്ന ഉപകരണം. അണുപ്രസരണം അളക്കുന്ന ഉപകരണം ഗീഗർ കൗണ്ടർ. ഗീഗർ കൗണ്ടർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അണുപ്രസരണം അളക്കുന്ന ഉപകരണമാണ് ഗീഗർ കൗണ്ടർ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.